ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എലിസബത്ത്. ഇന്ന് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യേ വേറെ ഒരു വാഹനം എതിരെ വന്ന് എൻ്റെ വണ്ടിയെ ഇടിക്കുകയുണ്ടായി. ഒരു തവണയല്ല, പലതവണ. ഒരു തവണയാണെങ്കിൽ അത് അറിയാതെ വന്നൊരു ആക്സിഡൻ്റ് ആണെന്ന് നമുക്ക് കരുതാം. വണ്ടി പുറകോട്ടെടുത്ത് വീണ്ടും വീണ്ടും വന്ന് ഇടിക്കുകയാണെങ്കിലോ? ഭാഗ്യത്തിന് ഞങ്ങളുടെ വണ്ടിക്ക് പൊക്കം ഉണ്ടായിരുന്നതിനാലും ആ കാർ വന്ന് ടയറിലിടിച്ചതിനാലും യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെട്ടു. സോ എല്ലാവരുടെയും അന്വേഷണങ്ങൾക്കും കമൻറ്റുകൾക്കും നന്ദി. ഐ എം എലിസബത്ത് ആൻഡ് ഐ എം സേഫ്. ഇതാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കോപ്പിറൈറ്റ് ഉണ്ടാവും, സ്ട്രൈക്ക് ഉണ്ടാവും എന്ന ഒരു ചെറിയ പേടി കാരണവും ഞാനൊരു വളർന്നു വരുന്ന ചെറിയ യൂട്യൂബർ ആയത് കാരണവും 203 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് എനിക്കുള്ളത്. ആ 203 പേരെന്ന് പറയുന്നതും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായതുകൊണ്ടുമാണ് ഞാൻ ആ വോയിസ് റെക്കോർഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വെക്കാത്തത്. കൂടുതൽ വിശദീകരണത്തിന് നിങ്ങൾക്ക് ഡോക്ടർ എലിസബത്തിൻ്റെ ചാനലിൽ പോയി കാണാവുന്നതാണ്. പിന്നെ ഞാൻ കള്ളം പറഞ്ഞതല്ല, എൻ്റെ പേരും എലിസബത്ത് തന്നെയാണ്. ഒത്തിരി പേരിപ്പം അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? കള്ളത്തരം ഉള്ളത് കൊണ്ടല്ലേ കേസ് കൊടുക്കാത്തത്? പേടിച്ച് പിന്മാറിയോ എന്നൊക്കെ. ഈ പറയുന്ന പ്രമുഖ നടൻ ആ വ്യക്തിക്കെതിരായിട്ട് കേസ് കൊടുത്ത എത്ര പേരുണ്ട്? എന്തെങ്കിലും നീതി ആർക്കെങ്കിലും ഇതുവരെ ലഭിച്ചോ? ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ചും അദ്ദേഹത്തിനുള്ള കണക്ഷനെക്കുറിച്ചും എല്ലാം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് 2 വർഷം കൂടെ ജീവിച്ച ആ വ്യക്തിക്ക് നന്നായി അറിയാം കേസ് കൊടുത്തത് കൊണ്ടോ ഒന്നും ആ കുട്ടിക്ക് നീതി കിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കേസ് കൊടുക്കാത്തത്. പിന്നെ കല്യാണം കഴിഞ്ഞ് 2 വർഷം അവിടെ പിടിച്ചു നിന്നു. എത്രയൊക്കെ അനുഭവിച്ചെങ്കിൽ എന്തുകൊണ്ട് അവിടെ പിടിച്ചു നിന്നെന്ന് ചോദിക്കുന്നു. ആദ്യം തന്നെ അവർ ക്ലിയറായിട്ട് പറയുന്നുണ്ടായിരുന്നു, അവരാണ് ആ നടനെ പ്രപ്പോസ് ചെയ്തതെന്ന്. എപ്പോഴെങ്കിലും സ്വഭാവം മാറും. എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എപ്പോഴെങ്കിലും സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാവും. എല്ലാം മറക്കാം, പഴയതുപോലെയല്ല, എന്നെങ്കിലും അദ്ദേഹം എന്നെ സ്നേഹിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാവണം ഒരു പക്ഷേ 2 വർഷം അവിടെ പിടിച്ചു നിന്നത്. എപ്പോഴും ഒരു നിമിഷത്തിൽ മനസ്സിലായി, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് വരെ ആപത്താണെന്ന്. അപ്പോഴായിരിക്കണം അവിടുന്ന് രക്ഷപ്പെട്ട് ഗുജറാത്തിലേക്ക് പോയത്. ഗുജറാത്തിൽ പോയതും ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങി. ഒരു ബൈസ്റ്റാൻഡർ പോലും ഇല്ലാതെയാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും നിസ്സാരമാണ്. പക്ഷേ ഡിപ്രഷൻ നിസ്സാരമല്ല. ചിലപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നില്ല. നമ്മുടെ ഡെയിലിയുള്ള ദിനചര്യകൾ ചെയ്യാൻ പോലും തോന്നാത്ത ഒരവസ്ഥയിലാവും നമ്മൾ ആ ടൈമിൽ. അങ്ങനെയുള്ള ആ ടൈമിൽ എങ്ങനെയാണ് കേസ് കൊടുക്കുന്നതിനെക്കുറിച്ചോ മറ്റ് പകവിട്ടലിനെ കുറിച്ച് ആലോചിക്കുന്നത്? പേടിയാവും മനസ്സിൽ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. എല്ലാത്തിനോടും വെറുപ്പും, ഞാൻ കാരണമാണ് എനിക്കിതെല്ലാം സംഭവിച്ചെന്നുള്ള കുറ്റബോധവും ഇതെല്ലാം ഉള്ളിൽ പേറി എങ്ങനെയാണ് കേസ് കൊടുക്കാനും പുറമെ ഫൈറ്റ് ചെയ്യാനും ഒരാൾക്ക് പറ്റുക? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നെപ്പോലെ പലരും വിശ്വസിക്കുന്നുണ്ടാവും. വിശ്വസിക്കുന്നവർ അവരെ സപ്പോർട്ട് ചെയ്യുക, വിശ്വസിക്കാത്തവർ ദയവ് ചെയ്ത് കമൻ്റ് ഇട്ട് ഉപദ്രവിക്കാതിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എനിക്കിവിടെ വിശദീകരിക്കണമെന്നുണ്ട്. പക്ഷേ അതിലും ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് പോയി ആ ചാനൽ കാണുന്നതാണ്. ആ ചാനൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയൊന്നുമല്ല. പക്ഷേ സത്യങ്ങൾ എല്ലാവരും അറിയണം. എപ്പോഴും നമുക്ക് എല്ലാവരെയും പറ്റിക്കാൻ പറ്റത്തില്ല. കണ്ണുകെട്ടി ആരെയും മറയ്ക്കാനും പറ്റത്തില്ല. എന്തെങ്കിലും സത്യം ഈ മറയെല്ലാം നീക്കി പുറത്തേക്ക് വരും. ചിലപ്പോൾ ആ അവസരമായിരിക്കും ഇത്. അവർക്ക് എന്ത് നേട്ടമാണ് ഈ പറയുന്ന നടൻ്റെ സ്വഭാവം പൊതുസമൂഹത്തിലേക്ക് തുറന്നു കാണിക്കുന്നതിലൂടെ കിട്ടാൻ പോകുന്നത്? അവർക്കൊന്നും നേടാനില്ല. അവർ അനുഭവിച്ചത് പുറത്തേക്ക് പറയുന്നു. അതിലൂടെ മറ്റ് സ്ത്രീകൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്തയിലാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ പണമോ പത്രാസോ ഒന്നും അവർക്ക് ഇനി നേടാനില്ല. അവർ നേട്ടം ഉദ്ദേശിച്ചല്ല, അവർക്ക് നഷ്ടം മാത്രമേ വന്നിട്ടുള്ളൂ. ആ നഷ്ടം മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാതെ അവർക്കെതിരായി കമൻ്റ് ഇടുന്ന മലയാളികളോടാണ് എനിക്ക് പറയാനുള്ളത്. അവരും നമ്മളിൽ ഒരാളാണ്. ഒത്തിരി അനുഭവിച്ച ഒരു സ്ത്രീയാണ്. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുകയല്ല. ഒത്തിരി അനുഭവിച്ച പുരുഷന്മാരും ഇപ്പോൾ അദ്ദേഹത്തിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. നീതി കൊടുക്കേണ്ടത് നമ്മളല്ല, നീതിപീഠമാണ്. എന്നാൽ മനസ്സിന് സമാധാനം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. എൻ്റെ ചാനലിൻ്റെ കാര്യം എനിക്കറിയില്ല. അത് പൂട്ടിപ്പോകുമോ, ഇനി കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമോ, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. ഞാനും ഒരു സ്ത്രീയാണ്, ഞാനും ഒരു എലിസബത്താണ്. That's all for today. Thank you.